ഊർധ്വമൂലോ വാക്ശാഖഃ ഏഷോശതഃ സനാതനഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതമുച്യതേ തസ്മിൻ ലോകാശ്രിതാ സർവേ തതു നാത്യേതി കശ്ചന ഏതദ്വൈ തത്. ഇവിടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സംസാര ജീവിതത്തിനെ ഒരു മരവുമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും ഇതേപോലൊരു ശ്ലോകം കാണാം. ഊർധ്വമൂല മതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറഞ്ഞൊരു ശ്ലോകം കാണാം. സംസാര വൃക്ഷത്തിനെ മുകളിലേക്ക് വേരുള്ളതും താഴേക്ക് ശാഖകളുമുള്ളതായിട്ടുള്ള ഒരു വൃക്ഷമായിട്ട് അശ്വത്ഥം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കും ആൽമരമാണ്, അരയാൽമരം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ്. വേര് മുകളിലേക്കും കൊമ്പുകൾ താഴേക്കായിട്ടൊരു മരം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ സൃഷ്ടിയുടെ ഒരു ഓർഡർ നോക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അവ്യക്തം മായയുണ്ടായി, മായയിൽ നിന്ന് മഹത്തുണ്ടായി, പിന്നെ അത് അഹങ്കാരമായി, ത്രിഗുണങ്ങളായി, അത് അനുഭവങ്ങളായി, ഇങ്ങനെയാണ്. അപ്പോൾ അത് താഴോട്ടാണ് വരുന്നത്. ഏറ്റവും മുകളിൽ ഒരു മരം ഉണ്ടാവണമെങ്കിൽ വേര് വേണം. വേരാണ് ഒരു മരത്തിന് പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. വേരിൽ നിന്നാണ് മുള പൊട്ടിയെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വേര്, തായ് വേര് പറയും, മുഖ്യമായ വേര് ഓം ആണ്, ബ്രഹ്മം. അതുകൊണ്ടാണ് വേര് മുകളിലാണ് പറഞ്ഞത്. അതിൽ നിന്ന് താഴോട്ടാണ് ഈ സൃഷ്ടി ഉണ്ടാവുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ഈ സൃഷ്ടിയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് തല കീഴായി നിൽക്കുന്ന ഒരു മരം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ സൃഷ്ടിയായിട്ട് നമ്മൾ കാണുന്ന പ്രതിഫലനം, തല കീഴായിട്ടുള്ള ഒരു മരത്തിന് എവിടെയെങ്കിലും ഒരു പുഴക്കരയിലോ അല്ലെങ്കിൽ തടാകത്തിൻ്റെയൊക്കെ കരയിൽ പോയി നിന്നാൽ അതിൻ്റെ പ്രതിഫലം എന്താ പറയുക, റിഫ്ലക്ഷനായിട്ടേ കാണുള്ളൂ. റിഫ്ലക്ഷൻ ശരിക്കും ഇല്ല. പക്ഷേ റിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒറിജിനലായിട്ടൊരു വസ്തു വേണം, അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്രതലം വേണം. അങ്ങനെ കാണുന്നതാണ് ഈ മരം, സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ സംസാരം ഉത്ഭവിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. പിന്നീട് അതിൽ സൃഷ്ടി ഉള്ളതായിട്ട് തോന്നപ്പെടുകയാണ്. ഇത് നമ്മളിങ്ങനെ ഓർമ്മിച്ച് വെക്കണം. അല്ലാതെ തല കീഴായിട്ടൊരു മരം ഉണ്ടായി എന്ന് തോന്നരുത്. പരബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി എന്ന് നമ്മൾ സംസാരികളുടെ ഭാഷയിൽ പറയാം. ഇതെന്തിനാ ഈ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന സംസാരത്തിൻ്റെ ഉത്ഭവം എന്താണ്, ഒരു ആത്മാന്വേഷണം നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ കുറിച്ച്. വൃക്ഷം എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റാവുന്നത് എന്നാണ്, നശിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറയുന്നുണ്ട്. അസംഗമാകുന്ന ആയുധം കൊണ്ട് ഇതിനെ വെട്ടിമാറ്റണം എന്ന് തന്നെയാണ്. അപ്പം അസംഗം ഉണ്ടാകുന്ന അറിവിൽ നിന്നാണ്. അപ്പം ജ്ഞാനമാകുന്ന അറിവ്, ജ്ഞാനഖഡ്ഗം ഉപയോഗിച്ചുകൊണ്ട് വേണം സംസാര വൃക്ഷത്തിനെ വെട്ടിമാറ്റാൻ. അപ്പോൾ അറിവ് നേടണം. അറിവുണ്ടെങ്കിൽ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഉപനിഷത്ത് ക്ലാസ് ചെയ്യുന്നു, ഒരു ഭഗവത്ഗീത ക്ലാസ്സിൽ പോകുന്നു, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു, സ്വാധ്യായം, ശ്രവണം, മനനം, നിധിധ്യാസനത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കണം. അതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. ഈ സംസാരവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി ആത്മദർശനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ രണ്ട് വഴിക്കേ പറ്റുള്ളൂ. സംസാരത്തിൽ തന്നെ കുടുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ജീവിതത്തിലെ പ്രപഞ്ചം സത്യമാണ് എന്നൊരു ബോധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന, ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചുവോ അതിന് ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എപ്പോഴും ഇതിൽ നിന്ന് ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്കുള്ള ഒരു യാത്ര വേണം. ഈ ഇലകളിൽ നിന്നും കൊമ്പുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ വേരിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് എത്തണം, വിഷ്ണു പദത്തിലേക്ക് എത്തുക എന്നാ പറയാം. അപ്പോൾ ഈ സംസാരം ഉണ്ടായത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. സംസാരത്തിൽ നിന്നുകൊണ്ട് സംസാരത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ അംഗീകരിച്ച് കഴിയാനല്ല പറഞ്ഞു. ഇതിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തും. പ്രപഞ്ചത്തിൻ്റെ മൂലം, പ്രപഞ്ചമൂലം, ഇതിൻ്റെ വേര് എന്താണ് എന്ന് അന്വേഷിച്ച് പോകണം. അതുകൊണ്ടാണ് ഇതിനിവിടെ ഒരു വൃക്ഷമായിട്ട്
പറഞ്ഞിരിക്കുന്നത്. ഇതിന് സനാതനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സനാതനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതെന്നാണ്. അപ്പോൾ സംസാരം എപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഈ സംസാരത്തിന് ഇല്ലാണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് കാലാകാലമായിട്ട് നിലനിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ തുടക്കം എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചാൽ അറിയില്ല. കൽപ്പങ്ങളൊക്കെ എപ്പോഴും ആരംഭിച്ചു ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇതിനൊരു അവസാനമുണ്ട്. അവസാനം എപ്പോഴാണ്? അറിവ് കൊണ്ട് തന്നെ ഇതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അത് എപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ സാധനാശക്തി അനുസരിച്ചിരിക്കും. എത്രത്തോളം തീവ്രമാണോ. ഇപ്പം നചികേതസിനെ പോലെ എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി മാറി. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കുറേ ആൾക്കാർ ഓണത്തിൻ്റെ തലേന്നാണ്. അപ്പം ആ ഒരു വിഷയത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കാരണം വരാൻ പറ്റിയിട്ടില്ല കുറേ ആൾക്കാർക്ക്. അപ്പം അത് കുറ്റമായിട്ട് പറയല്ല, നമ്മൾ എങ്ങനെയൊക്കെ എന്തിനൊക്കെ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളത്. കുറേ ആൾക്കാർക്ക് ഇന്ന് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു, ക്ലാസ്സിൽ വന്നു. വളരെ നന്നായി. അത്രയും അവർക്കൊരു വൈരാഗ്യം ഉണ്ട്. പക്ഷെ ചിലവർക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യവും. അപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല. എല്ലാം കൂടി നോക്കണം നമ്മൾ. പക്ഷെ ഓരോന്ന് അനുഭവിക്കുമ്പോഴും മുമ്പ് കണ്ട നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഓരോ അനുഭവവും ആത്മാവിൽ നിന്നാണ്, ആത്മാവ് തന്നെയാണ്. ഈ ബോധത്തിൽ എപ്പോഴും ഇരിക്കണം. അപ്പോൾ നമുക്ക് അനുഭവത്തിൽ ആത്മസാന്നിധ്യം കാണാൻ സാധിക്കും. അതൊരു സാധനയാണ്. അപ്പോൾ ഈ ലോകങ്ങളെല്ലാം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബ്രഹ്മം തന്നെയാണ് ലോകമായിട്ട് കാണപ്പെടുന്നതെന്ന ഓർമ്മയിൽ നിൽക്കണം. അതാണ് ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത് മനസ്സിലാക്കിയാലേ മോക്ഷം എന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ യമധർമ്മം പറയുന്നു, ഈ സൃഷ്ടിയെ നീ കാണുന്നുണ്ടല്ലോ നചികേതസേ, അതിൻ്റെ വേര് അതെവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് അന്വേഷിക്കൂ, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മത്തിൻ്റെ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യദിദം കിംച ജഗത് സർവം പ്രാണയജതി നിസ്സൃതം മഹദ്ഭയം വജ്രമുദ്യതം യ ഏതത് വിദുരാമൃതാസ്തേ ഭവന്തി. ബ്രഹ്മത്തിൽ നിന്നൊഴുകി വരുന്ന ഈ ജഗത്ത് പ്രാണനിൽ ചരിക്കുന്നു. വലിയ ഭയസ്വരൂപമായി ഈ പ്രാണനെ ആരറിയുന്നുവോ അവർ അമൃതസ്വരൂപന്മാരായി മാറുന്നു. അങ്ങനെയാണ് ബ്രഹ്മത്തിൽ ഈ സൃഷ്ടി നിലനിൽക്കുന്നതായിട്ട് നമുക്കൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ആരാണ് അതിനെ നിലനിർത്തുന്നത്? ആ ശക്തിയാണ് ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത്. നമ്മളിത് പ്രശ്നോപനിഷത്തിലൊക്കെ കാണാം. മുഖ്യ പ്രാണൻ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കണം. ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന ശക്തി എന്ന പ്രാണശക്തി എന്ന് പറയുന്നത്. ആ പ്രാണശക്തി ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് ബലമുള്ളൂ, നമ്മുടെ ശരീരത്തിൽ പ്രാണചലനം നടക്കുകയുള്ളൂ, അനുഭവം ഉണ്ടാവുന്നുള്ളൂ, ജീവത്വഭാവം ഉണ്ടാവുന്നുള്ളൂ. അതൊക്കെ അപ്പോൾ ഈ പ്രാണനാണ് സകലതിനെയും ചലിപ്പിക്കുന്നത് എന്നറിയുമ്പോൾ നമുക്ക് അതിനോട് ഒരു സമർപ്പണം ഉണ്ടാവും. ഈ സമർപ്പണത്തിനെയാണ് ഇവിടെ വലിയ ഭയം എന്ന് പറഞ്ഞത്. മഹത് ഭയം എന്നതുകൊണ്ട് ആ സമർപ്പണമാണ്. ബ്രഹ്മത്തിനെ തന്നെ നമ്മൾ പ്രാണനായിട്ട് പറയുന്നു. കാരണം ഇവിടെ ചലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രാണചലനമാണ് കാണുന്നത് മുഴുവൻ. ഗ്രഹങ്ങളെ ചലിപ്പിക്കുന്നതും ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നതും നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നതും പിന്നെ നമ്മൾ അറിയുന്ന കാലാവസ്ഥയൊക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു ശക്തി ഇവിടെ നടക്കുന്നു. അതിൻ്റെയൊക്കെ ചെറിയ ഭാഗമാണ് നമ്മളൊക്കെ ജീവിതം. ഇങ്ങനെ നമ്മൾ ഒന്ന് വലുതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത്ഭുതമാണ്, ആശ്ചര്യം. ഇത്രയും വലിയത് നമ്മൾ വിചാരിച്ചിട്ടൊന്നല്ല ഇത് ഈ ഗ്രഹങ്ങൾ തിരിയുന്നതും ഇതൊക്കെ. പക്ഷെ ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാനല്ലേ ചെയ്തത് ചോദിക്കും. അപ്പം ഞാനല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഇത് നമുക്ക് ഓർമ്മ വരണം. ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ്, ഈ ദേഹം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം വർക്ക് ചെയ്യണം. അപ്പോഴേ ഒരു കാര്യം നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പ്രാണൻ അവകാശപ്പെട്ടാണ്. ഇങ്ങനെ പ്രാണൻ അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അതിനെ സമർപ്പണ ബുദ്ധിയോടുകൂടി കാണുന്നതിനാണ് ഇവിടെ അതിനെ ഭയപ്പെട്ട് കഴിയുന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ അത് നമ്മളങ്ങനെ പിടിച്ചു തിന്നാൻ പറ്റും എന്നുള്ള ഭയമല്ല മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ സർവശക്തി, ബ്രഹ്മത്തിലെ ശക്തിയെ സർവശക്തിയായിട്ട് കാണുമ്പോൾ, എല്ലാത്തിൻ്റെയും ശക്തിയായിട്ട് കാണുന്ന അയാൾ ബ്രഹ്മസ്വരൂപത്തിലേക്ക് അടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അയാളുടെ അഹങ്കാരം ഇല്ലാണ്ടാവും. അഹങ്കാര നാശമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അഹങ്കാരം എങ്ങനെ നശിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയൊക്കെയാണ്. അപ്പം നമ്മളൊരു ചെറിയ ഒരു സൊസൈറ്റീൻ്റെ പ്രസിഡൻ്റ് ആകുമ്പോഴേക്കും, ഒരു ചെറിയ സമാജത്തിൻ്റെ പ്രസിഡൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആരൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നലാണ്.
അപ്പം നമ്മൾ ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത് അന്നേരം. ഈ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കുന്ന ഞാൻ എത്ര നേരത്തേക്ക് ഇതാണല്ലേ ഈ സൃഷ്ടിയുടെ ഒരു കാലം നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മളുടെ ആയുസ് വളരെ തുച്ഛമാണ്. അതിൽ തന്നെ ഈ പദവിയിലിരിക്കുന്ന സമയം എത്ര വളരെ കുറവാണ്. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ തന്നെ അറിയുന്നു തന്നെയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആകെ ജീവൻ്റെ 1/3 അറിയുന്നു തന്നെയുള്ളൂ. ഇങ്ങനെയൊക്കെ ആലോചിക്കണം. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഞാൻ ജനിച്ചു, ജീവിച്ചു, പിന്നെ തിരിച്ച് ലയിച്ചു. പക്ഷെ അതിനു മുമ്പും ഇതൊക്കെ ഇവിടെ ഉണ്ട്, അതിൻ്റെ ശേഷം ഇവിടെയൊക്കെ ഉണ്ട് പറയണം. അപ്പം ഞാനിതിലൊന്ന് വന്ന് നിന്ന് പോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഇതിൻ്റെ ചലനം ഇത് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്ന, നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. അതിന് അവകാശപ്പെട്ടതാണ് എല്ലാം. ഇങ്ങനെയാണ് അറിയേണ്ടത്. പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവും, ഒരു വസ്തുവിന് പോലും അനങ്ങാതിരിക്കാനാവില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ വസ്തുവും സ്പന്ദനമാണെന്ന് പറയാം, വൈബ്രേഷനാണ്, എനർജിയാണ് എല്ലാ വസ്തുവും. ഇപ്പം മാറ്റർ ആൻഡ് എനർജി എന്ന തലത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലും ഈ ഊർജം, ശക്തി ഘനീഭവിച്ചിരിക്കുന്നത് തന്നെയാണ് മാറ്റർ, ദ്രവ്യമായിട്ടിരിക്കുന്നത്. സ്പന്ദനമാണ്. നമ്മളിപ്പം ലളിതാ സഹസ്രനാമത്തിലും നാദരൂപിണി അങ്ങനെ പറയുന്നുണ്ട്, നാദസ്വരൂപമായിട്ട് തന്നെ പറയുന്നുണ്ട്. നാദം എന്ന് പറഞ്ഞാൽ അവിടെ വൈബ്രേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ശബ്ദം വൈബ്രേഷനാണ് എപ്പോഴും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെല്ലാം സ്പന്ദനമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രസമുള്ളൊരു ചിന്തയാണത്. ഏതൊരു വസ്തുവിനെ എടുത്തു നോക്കിയാലും നമ്മളതിൻ്റെ തന്മാത്ര, ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് ഇപ്പോഴത്തെ സയൻസ് എത്തി നിൽക്കുന്ന ആ എനർജി എന്ന തലത്തിലേക്കാണ്. അവിടെ എന്താ സംഭവിക്കണേ? അവിടെ വൈബ്രേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ വസ്തുവും പല ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ മാത്രമാണെന്ന് മനസ്സിലാവും, നമ്മളുടെ ശരീരം അടക്കം. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു സ്പന്ദനം മാത്രമാണ്. ഈ തലത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യവാൻ. എല്ലാവരും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? എപ്പോഴും നിരന്തരമായിട്ടൊരു ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ ഉള്ളതായിട്ട് തോന്നും. ഇപ്പോൾ ഒരു പുഴയിൽ നിരന്തരമായ ഒഴുക്കുണ്ട്, അപ്പോൾ പുഴയുള്ളതായിട്ട് നമ്മൾ കാണുന്നു. ശരീരത്തിൽ നിരന്തരമായിട്ട് കോശചലനങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു, പഴയത് നശിച്ചുകൊണ്ടിരിക്കണം. കോശങ്ങളുടെ പ്രവാഹം. അപ്പോൾ ഈ ശരീരം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഒരു ഫാൻ ഇതുപോലെ ഒരു പങ്ക സ്പീഡിൽ കറക്കുമ്പോൾ ഒരു വൃത്തമുള്ളതായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ വിഷുവിനൊക്കെ നമ്മൾ പൂത്തിരി കത്തിക്കുമ്പോൾ പൂത്തിരി കത്തിച്ചിട്ട് നല്ല ഫാസ്റ്റായിട്ട് കറക്കുകയാണെങ്കിൽ ഒരു ചക്രമാണ് നമ്മൾ കാണുക. സ്പാർക്കിൻ്റെ ഒരു ചക്രം കാണും. ചക്രം യഥാർത്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉള്ളത് ഒരു ചെറിയ സ്പോട്ട് മാത്രമാണ്. പക്ഷെ അത് ഫാസ്റ്റ് കറങ്ങുമ്പോൾ ചക്രമുള്ളതായിട്ട് തോന്നും. അപ്പോൾ കാഴ്ചയിലുണ്ട്, പക്ഷെ അതിൻ്റെ സത്യം അന്വേഷിച്ച് പോയാൽ അതവിടെ ഇല്ല. അപ്പോൾ അതാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ചലനം ഉള്ളപ്പം അത് സ്ഥിരമായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. ഈ സ്പന്ദനമാണ് ബ്രഹ്മത്തിലെ സൃഷ്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓരോന്ന് കാണുമ്പോഴും ഇനിയൊരു ജ്ഞാനിയുടെ കണ്ണിലൂടെ വേണം കാര്യങ്ങളെ കാണാൻ. അല്ല, ഇപ്പോൾ ഈ ഉത്സവകാലത്തൊക്കെ പന്തം വീശുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരണം. പന്തം വീശലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കണം. ഞാൻ ചക്രമായിട്ട് കാണുന്നത് ശരിക്കും പന്തത്തിൻ്റെ ഒരു ഇത്തിരി തീയേ ഉള്ളൂ എന്നുള്ളത്. ഇനി പ്രപഞ്ചത്തിലെ ഈ വൈബ്രേഷനാണ് സൃഷ്ടിയായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. പ്രപഞ്ചം തന്നെയാണ് ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സൃഷ്ടിയായിട്ട് കാണുന്നത് എന്തിനെയാണ്? സൃഷ്ടിയായിട്ട് കാണുന്നത്, ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് ബ്രഹ്മത്തിനെ തന്നെയാണ്. നമ്മൾ ആചാര്യന്മാർക്ക്, ഋഷിമാർക്കെല്ലാം ഇതറിയായിരുന്നു. അതുകൊണ്ട് അവിടെ സൃഷ്ടിയിൽ ഓരോ ഭാഗത്തിനും എടുത്തതിനൊക്കെ ഈശ്വരൻ്റെ വിഗ്രഹമാണ് എന്ന് പറയുന്നത്. അദ്വൈത ദർശനം തന്നെ സൃഷ്ടിയും സൃഷ്ടാവും വേറെയല്ല എന്നുള്ള, സൃഷ്ടാവിനെ തന്നെയാണ് സൃഷ്ടിയായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പം ഇനി നമ്മൾ ഈ പ്രപഞ്ചത്തിനെ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? പ്രപഞ്ചം ഉണ്ട്, ജഗത്തുണ്ട്, ജഗത്തിനെ കാണുന്ന അനുഭവിക്കുന്ന ജീവൻ ഉണ്ട്, ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മമുണ്ട്. ഇപ്പം എന്ത് പറഞ്ഞു? ഈ ബ്രഹ്മത്തിലെ ചലനങ്ങളാണ്, പ്രാണശക്തിയാണ് ജീവനായിട്ടും ജഗത്തായിട്ടൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ, ജഗത്ത്, ജീവൻ, ബ്രഹ്മം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇത് തമ്മിൽ വ്യത്യാസമില്ല. വേറെ എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്.
രണ്ടാമതായിട്ട് ഒന്നുമില്ല. ഇത് എപ്പോഴും ഓർമ്മിക്കണം നമ്മൾ. ഈ തത്വങ്ങൾ ഓർമ്മിക്കുമ്പോഴേ ഈ പഠനത്തിൻ്റെയൊക്കെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുള്ളൂ. ഇതിപ്പോൾ സ്കൂളിലില്ലെങ്കിൽ തത്വങ്ങൾ പഠിച്ചു, പരീക്ഷ കഴിഞ്ഞു, മാർക്ക് വാങ്ങിപ്പോയി. ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ? നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ. കുറേ ആൾ വരുന്നുണ്ട് ക്ലാസ്സിൽ, കുറേ ആൾ വരുന്നില്ല. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? 2-3 കാര്യം. ഒന്നാമത് നമ്മൾ രജിസ്റ്റേർഡ് ഒരു ഓർഗനൈസേഷൻ അല്ല, സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഒന്നുമില്ല. പക്ഷേ ഇത് നമ്മളൊരു ഓർമ്മിപ്പിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അഗാധമായ ദുഃഖങ്ങൾ വരുമ്പോൾ, ട്രാജഡി വരുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മിപ്പിക്കാന്നല്ല, ഇതൊക്കെയാണ് തത്വം. ഞാൻ ഇതൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ എനിക്കതിനെ നേരിടാനുള്ള ശക്തി വേണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ തത്വമായിട്ട് ഭഗവാൻ എന്നിലേക്ക് വന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഓർമ്മപ്പെടുത്താൻ ഒരു സർട്ടിഫിക്കറ്റ് നല്ലതാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കട്ടെ, നമുക്ക് സ്വയം ഓർമ്മിപ്പിക്കാമല്ലോ. ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളാണെന്ന് സ്വയം ആരുടെ അടുത്തൊന്നും കയ്യടി വാങ്ങാനില്ല, അവനവൻ ഓർമ്മിക്കാൻ. അതിന് വേണ്ടിയിട്ടത് നല്ലതാണ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അങ്ങനെ പലരും ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ആരും കാണിക്കാനോ കയ്യടി വാങ്ങാനോ അല്ല, എനിക്ക് എന്നെ അംഗീകരിക്കാൻ ഇത് സഹായിക്കും എന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കാം. ഇനി ഈ പ്രാണചലനത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഓരോന്നും എങ്ങനെയാണ്. ഭയാദസ്യാഗ്നിസ്തപതി ഭയാത് തപതി സൂര്യഃ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമഃ. ഈ പരമാത്മാവിനെ ഭയപ്പെട്ട് അഗ്നി തപിക്കുന്നു. ആദിത്യനും ഭയം ഹേതുവായിട്ട് തന്നെ തപിക്കുന്നു. ചന്ദ്രനും ഇന്ദ്രനും വായുവും പരമാത്മാവിനെ ഭയപ്പെട്ട് അവരുടെ കൃത്യങ്ങളെ നിർവഹിക്കുന്നു. മൃത്യു പരമാത്മാവിനെ ഭയപ്പെട്ടു തന്നെയാണ് തൻ്റെ കൃത്യങ്ങളെ നിർവഹിക്കുന്നത്. ഇതാരാ പറയുന്നത്? മൃത്യുദേവൻ തന്നെയാണ് പറയുന്നത്. എനിക്ക് പരമാത്മാവിനെ ഭയമാണ്. ഇവിടെ ഭയം എന്ന് പറഞ്ഞത് മുമ്പ് പറഞ്ഞ് നമ്മൾ ആലോചിക്കണം, എന്നിലെ ശക്തിയായിട്ടിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന ആ തിരിച്ചറിവാണ്, സമർപ്പണം. ഈ ബ്രഹ്മത്തിൻ്റെ നിയമത്തിന് വിധേയമായിട്ട് എല്ലാം ചലിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും, സൂര്യനും ചന്ദ്രനും നമ്മളുടെ ഇന്ദ്രിയങ്ങളും പ്രാണചലനവും പിന്നെ മരണം, ജനനം മരണം എന്ന് പറയുന്നതെല്ലാം പ്രപഞ്ച നിയമത്തിന് വിധേയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അതിന് അവകാശപ്പെട്ടാണ് എല്ലാവരും. ഇതിൽ പ്രപഞ്ചത്തിന് നിയമത്തിന് വിധേയമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഒരു വെള്ളം നമ്മൾ അടുപ്പത്ത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് അത് തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി ചൂടാവണം, അപ്പോഴത് തിളയ്ക്കുള്ളൂ. ആരുണ്ടാക്കി ഈ നിയമം എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. വെള്ളം ആവിയായി 100 ഡിഗ്രിയിലെ മഴ പെയ്തതിൻ്റെയൊക്കെ കാരണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നു ജലമുണ്ടാകുന്നു. 2 ഓക്സിജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു, സയൻസിൽ പഠിച്ചു. അത് ജലം തന്നെയായി മാറണം എന്നൊരു നിയമം എങ്ങനെയുണ്ടായി? നമ്മളതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു. പക്ഷേ ഇങ്ങനൊരു നിയമം എങ്ങനെയുണ്ടായി ചോദിച്ചാൽ അത് അങ്ങനെയാണ്. അതിനാണ് നമ്മൾ ദൈവം, ബ്രഹ്മം, പ്രപഞ്ചം, ഈ നിയാമക ശക്തി അങ്ങനെയൊക്കെ പറയുന്നത്. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ ജനനവും മരണം പോലും അതുപോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ചു, ഈ ശരീരം ഒരു ദിവസം ഇല്ലാണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു യാത്ര, ശരീരം ഒന്ന് വീർത്തു, വലുതായി, ക്ഷീണിച്ചു പോയി, അത്രയേ ഉള്ളൂ. അത് കോശത്തിൻ്റെ ഓരോന്നിൻ്റെ പ്രവർത്തനവും പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു വസ്തുത എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ അഹങ്കാരം ഉള്ളതുപോലെ തന്നെ ശരീരത്തിലെ ഓരോ കോശത്തിനും അതിൻ്റേതായ ഒരു ഈഗോ ഉണ്ട്. അതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഓരോ അവയവത്തിനും അതിൻ്റേതായ ഈഗോ ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തമായ പ്രോഗ്രാമിംഗ് ഉണ്ടെന്നാണ്. കണ്ണിന് കണ്ണിൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട്, ഹൃദയത്തിന് ഹൃദയത്തിൻ്റേതായ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ എൻ്റെ അസുഖം വരുമ്പോൾ മരുന്നൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചതിനൊന്നും ഫലമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത് ഈ തീരുമാനങ്ങൾക്കപ്പുറമുള്ള വേറെ പല തീരുമാനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ നിരാശപ്പെടാൻ വേണ്ടിയല്ല, നമ്മൾക്ക് നമ്മളെക്കാളും അതീതമായിട്ടുള്ള പ്രപഞ്ച ശക്തിയെക്കുറിച്ച് ബോധം വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് ഈ അഗ്നി, പ്രപഞ്ചത്തിലെ സകലതും, സൂര്യനും ചന്ദ്രനും എല്ലാം, ഈ കാലാവസ്ഥ,
ഋതുക്കൾ, മാസങ്ങളൊക്കെ ഈ പ്രപഞ്ചശക്തിക്ക് വിധേയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഭൂമിയെ കറക്കുന്നതും ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യിക്കുന്നതൊക്കെ ഇടയ്ക്കൊന്നിങ്ങനെ വെറുതെ ഇരുന്ന് ജനലിൽ കൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയില്ല, ആകാശത്ത് കൂടെ നോക്കി ഈ മേഘങ്ങൾ ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണുമ്പോൾ ഒന്ന് വെറുതെ ഈ മേഘങ്ങൾ ആര് നീക്കുന്നു? വായുവിൻ്റെ ചലനം കൊണ്ട്. വായു എങ്ങനെ ചലിക്കണം? ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടല്ല, അതങ്ങനെ നടക്കുന്നുണ്ട്. കാർമേഘങ്ങൾ വരുന്നു, ഇടയ്ക്ക് ഇടി വരുന്നു, മിന്നൽ വരുന്നു, മഴ പെയ്യണു. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇതൊക്കെ ഇങ്ങനെ ഒരു നിയമത്തിന് വിധേയമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ സംഭവിപ്പിക്കുന്ന ശക്തി, അതിനെക്കുറിച്ചിട്ട് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ഇവിടെ ഭയം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ തീ ഇന്നാളെ പേടിച്ചിട്ട് ഞാൻ കത്തട്ടോ എന്ന് പറയുന്ന പോലെയല്ല. ആ ഒരു സമർപ്പണ ഭാവം. നമ്മളുടെ ഈ സംസാര അനുഭവം മുഴുവൻ ഈ പ്രകൃതി ശക്തിയുടെ പ്രകടനമാണ്. ഇതുപോലെ നിയമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴുമ്പം ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണ് അത് വീഴുന്നത്. നമുക്കെല്ലാം അറിയാം. പക്ഷെ അതെങ്ങനെയുണ്ടായി? അതിന് നമ്മൾ പ്രപഞ്ചശക്തി എന്ന് പറയും. ഈ സംസാര അനുഭവം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ജഗത് പ്രതീതി എന്നാ പറയാം. സംസാരം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? പ്രപഞ്ചത്തിൻ്റെ നിയമം അങ്ങനെയാണ്. അതങ്ങനെ അനുഭവപ്പെടണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ ഈ സംസാര അനുഭവം പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. മിഥ്യ എന്ന് പറയും. മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് മാറിക്കൊണ്ടിരിക്കണേ? അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി. അതെവിടുന്ന് കിട്ടി? ശക്തിക്ക് ആധാരം എന്താണ്? ബ്രഹ്മം. അപ്പോൾ ഈ മാറ്റം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ബ്രഹ്മം, മാറ്റത്തിനെ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് ബോധമാണ്. നമുക്കിപ്പം ഓർമ്മിക്കാൻ വളരെ എളുപ്പം. ദേവി, മായയെ നമ്മൾ ഭഗവതി എന്നാണ് പറയാം. ഭഗവാനെ, ഭഗവതിയെ എന്നൊക്കെ ശരണം വിളിക്കുമ്പോഴൊക്കെ വേറെ വേറെയാന്ന് തോന്നും. ഇതൊന്നും വേറെ വേറെ അല്ല. ഭഗവാനിലെ ശക്തി തന്നെയാണ് ഭഗവതി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒന്ന് തന്നെ. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അറിവിൻ്റെ തലത്തിലേക്ക് ഉയരുക. അറിവിൻ്റെ തലത്തിലേക്ക് ഉയരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ ആത്മദർശനം, ആത്മാനുഭവം, ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്കൊക്കെ എത്തുന്നത്. ഇനി ഇതെല്ലാം ആത്മാവിൽ തന്നെയാണ്, ആത്മാവിൻ്റെ ശക്തിയാണ് എന്ന് പറയുന്നു. ഇനി അങ്ങോട്ടാണ് കുറച്ചും കൂടി മനനം, കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവാണ്, ഈ കാണുന്നതെല്ലാം ആത്മാവിലെ ചലനങ്ങളാണ് എന്നറിയുമ്പോൾ സംസാരം, അതായത് എൻ്റെ അനുഭവങ്ങളൊക്കെ ആരാണ്? ഇല്ല, എങ്ങനെയുണ്ടായി? അപ്പോഴാണ് നമ്മൾ ഒരു തലം മുന്നോട്ട് പോകണം. ഞാൻ എന്നെ തന്നെയാണ് ലോകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നിലെ ഞാൻ തന്നെയാണ് എൻ്റെ സംസാര അനുഭവം. ഞാൻ എന്നെ തന്നെ, എൻ്റെ എക്സ്റ്റെൻഡഡ് പാർട്ടാണ് എൻ്റെ ലോകം. ഇപ്പം നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ ദേഹം, ഈ ശരീരത്തിന് മാത്രമേ വിചാരിച്ചുള്ളൂ, ബാക്കിയെല്ലാം ശരീരത്തിൻ്റെ പുറത്തെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹവും അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം. ദേഹം എന്ന് പറഞ്ഞാൽ ദേഹത്രയം മൂന്നുണ്ട്: സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരം എല്ലാം. അതെല്ലാം ഉൾപ്പെട്ട് അതിൽ അനുഭവപ്പെടുന്ന എല്ലാ സംസാര അനുഭവവും ഞാൻ തന്നെ. അതെൻ്റെ ലോകം ഞാൻ തന്നെ. അപ്പോഴാണ് നമ്മൾ ഈ ഞാൻ എന്നതിൻ്റെ പരിധി ഈ ദേഹത്തിൽ നിന്ന് വിട്ട് എന്താ പറയുക, അതിങ്ങനെ വിസ്തൃതമാവുള്ളൂ, വ്യാപിക്കണമല്ലോ. അപ്പം നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, ലോകം മുഴുവൻ ബ്രഹ്മത്തിനകത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നതിൻ്റെ അതിര്, ബൗണ്ടറി ഈ ലോകത്തിൻ്റെയും പുറത്തേക്ക് പോകണം, എന്നാലേ എൻ്റെ ഉള്ളിൽ ലോകമാവുള്ളൂ. പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുക, പ്രപഞ്ചത്തിനപ്പുറത്തേക്കും വ്യാപിക്കുക. പുരുഷ ചൈതന്യം, പുരുഷ സൂക്തത്തിൽ എന്താ പറയുന്ന ചൈതന്യം? പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പറഞ്ഞു. ഈ കാണുന്ന ചൈതന്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സൃഷ്ടി എന്ന് പറയുന്നു. അപ്പം ഞാൻ ബ്രഹ്മമാണെങ്കിൽ സൃഷ്ടി എൻ്റെ ഉള്ളിലാവണം, ഞാൻ സൃഷ്ടിക്കും അപ്പുറത്തേക്ക് പോകണം. ഇങ്ങനെ നമ്മൾ മനനം കൊണ്ട് എത്തുന്നത്. ഈ ഒരു ദൃഷ്ടി കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇൻഡ്യൂഷൻ, അതീന്ദ്രിയമായ തലത്തിലേക്ക് നമ്മളെ മനസ്സ് പോകുമ്പോഴേ ഈ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനോ അറിയാനേ പറ്റുള്ളൂ. എപ്പോഴും ഓർമ്മിക്കാനുള്ള ഞാൻ എന്നെ തന്നെയാണ് എൻ്റെ ലോകമായി കാണുന്നത് എന്നുള്ളത്. ഇതെപ്പോഴും ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് എന്നെ കാണുമ്പോൾ ഇഷ്ടമാണ്, ഒരാൾക്ക് എന്നെ കാണുമ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ ലോകത്തിലാണ് എന്നുള്ളത് ഓർമ്മിക്കണം. ഞാൻ എന്തിനങ്ങനെ സങ്കല്പിക്കണം? ഓരോ വ്യക്തിയുടെയും സങ്കല്പമാണ് ആ വ്യക്തിയുടെ ലോകം.
അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഉള്ളിലെ സങ്കല്പങ്ങൾ ഞാൻ സങ്കല്പിക്കുന്നത് മാറ്റിയാൽ എൻ്റെ ലോകവും മാറും. സങ്കല്പശക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതൊക്കെ അതിനെക്കുറിച്ചാണ്. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് സങ്കല്പങ്ങളാണ്. ഇപ്പോൾ നമ്മൾ യോഗവാസിഷ്ടം പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് കാണുക. എല്ലാം ജഗത്തായിട്ട് കാണുന്നത് സങ്കല്പങ്ങളാണ്. വസിഷ്ഠമുനി ശ്രീരാമന് പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. എല്ലാം മനക്കൽപ്പിതമാണെന്ന്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഉപനിഷത്തിലും നമ്മളെ കഠോപനിഷത്തിലും ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. ജനന മരണങ്ങളെല്ലാം മനക്കൽപ്പിതമാണ് എന്നുള്ളതാണ്. എപ്പോഴും ഓർമ്മിക്കാനുള്ള ഓരോ അനുഭവം വരുമ്പോൾ നമ്മൾ ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക. തൽക്കാല സമയത്തേക്ക് നമ്മളൊക്കെ സംസാരികളാണ്, ഈ ലോകത്ത് കുടുങ്ങിയിരിക്കുന്നവരാണ്. തൽക്കാലം നമുക്ക് പ്രശ്നങ്ങളൊക്കെ തോന്നും. പക്ഷെ ഒന്ന് മനസ്സ് ശാന്തമാകുമ്പോൾ ഞാൻ എന്തിന് ഇങ്ങനെ കാണുന്നു, ആരാണ് കാണുന്നത്, എന്താണ് ഈ സങ്കല്പം ഇങ്ങനെ വരാൻ കാരണം, ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ഓരോ അനുഭവവും നമ്മളിലേക്ക് എത്താനുള്ള അവസരമാക്കി മാറ്റാം. എപ്പോഴും ഓർമ്മിക്കാനുള്ളത് ഞാൻ എന്നെ തന്നെയാണ് എൻ്റെ ലോകമായി കാണുന്നത്. നമുക്ക് അന്നേരം ആരോടും വിരോധം തോന്നില്ല, അസൂയ തോന്നില്ല, വെറുപ്പ് തോന്നില്ല. കാരണം അന്യ വ്യക്തിയായിട്ട് ഇതായിട്ട് കാണുന്നത് ഞാൻ തന്നെയാണ്, എന്നെ തന്നെയാണ് എന്നുള്ളത്. അത് എപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഉപനിഷത്ത് വെറുതെ പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചിട്ട് ഈ തത്വങ്ങൾ ഇങ്ങനെ മനസ്സിൽ മനനം ചെയ്ത് മിഠായി തിന്നുന്നത് പോലെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല. അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. 4ാമത്തെ മന്ത്രത്തിലേക്ക് നോക്കാം. ഇഹ ചേദശകദ്ബോധും പ്രാക് ശരീരസ്യ വിസ്രസഃ തദ സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതേ. ഈ ശരീരം നശിക്കുന്നതിനു മുമ്പ് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ മുൻപ് പറഞ്ഞ ഭയകാരണമായ പരമാത്മാവിനെ അറിയാൻ കഴിഞ്ഞാൽ സംസാരത്തിൽ നിന്നു മോചിക്കുന്നു. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പിന്നെ സംസാരത്തിലെ നാനായോനികളിൽ ശരീരത്തെ എടുക്കാൻ കാരണമായി തീരുന്നു. ഇതാണ് നചികേതസിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് മുമ്പ് ഭഗവാൻ പറഞ്ഞു. ഇവിടെ ഒന്നും കൂടി അതിനെ വിശദീകരിച്ചു പറയണം. ഈ സൃഷ്ടിയായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ച നിയാമക ശക്തി, അതിനെക്കുറിച്ച് അറിയുന്ന ആളെ ബോധിച്ചവൻ ബുദ്ധൻ. അതാണ് ബുദ്ധൻ, ജ്ഞാനി. ബുദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല, ഈ ആത്മജ്ഞാനം കിട്ടിയ ആളാണ് ബുദ്ധൻ. ഓരോരുത്തരും ബുദ്ധനാവാനാണ് ജനിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഈ പൊളിറ്റിക്സ് പറയണ ബുദ്ധനല്ല, ശരിയായ ആത്മജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ളിൽ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട്, ആത്മാവാണ്, പുറത്ത് ആത്മാവാണ്. കാരണം എല്ലായിടത്തും ചലനങ്ങളാണ്, പ്രാണചലനമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ഈ ദേഹവും ദേഹത്തിൻ്റെ പുറത്തും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് ബോധിക്കുന്ന ആൾ, ബുദ്ധനാവുന്ന ആൾ മോക്ഷം നേടുന്നു. സംസാരത്തിൽ നിന്ന് മുക്തനാവുന്നു, മോക്ഷം നേടുന്നു. അതെപ്പോഴാണ് ചെയ്യാം? അത് ജീവിച്ചിരിക്കുമ്പോഴാണ് നേടേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ എത്തുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് നേടേണ്ടത്. ഞാൻ ആത്മാവാണ് എന്ന് ദൃഢമായിട്ട് ബോധിക്കുന്ന ആൾ, അഹം ബ്രഹ്മാസ്മി. ഇങ്ങനെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സൃഷ്ടിയിൽ പലതും ഉണ്ടായി നിലനിന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സർവചരാചരങ്ങൾ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ സ്വഭാവമാണ് ഇപ്പോൾ പറഞ്ഞു, പ്രാണചലനങ്ങളാണ്. അതിലേതെങ്കിലുമൊക്കെ രൂപങ്ങളുമായിട്ട് താതാത്മ്യപ്പെട്ട് അത് ഞാനാണ് എന്ന് വിചാരിച്ചിട്ട് ആ വിധത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ പുനർജന്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അറിവിൻ്റെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു താതാത്മ്യം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ വേറൊരു ശരീരവുമായിട്ട് താതാത്മ്യം ഉണ്ടാവുന്നില്ല. പുനർജന്മം എന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നില്ല. പുനർജന്മം എന്ന് പറഞ്ഞാൽ സംസാര അനുഭവത്തിൻ്റെ തുടർച്ച. അതാണ് ലക്ഷ്യം. എന്താണ്? സംസാരത്തിൽ നിന്നുള്ള മുക്തി. അപ്പോൾ ആത്മജ്ഞാനം നേടിയിട്ടില്ലെങ്കിൽ, നമ്മളെക്കുറിച്ച് ഞാൻ ആരാണ് എന്ന ബോധത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ സംസാര അനുഭവങ്ങൾ തുടരും. അപ്പം ദേഹത്തിനൊക്കെ ലിമിറ്റുണ്ട്. ഓരോ ശരീരവും അതിൻ്റെ പ്രാരബ്ധം അനുസരിച്ച് നിലനിൽക്കും, പിന്നെ തിരിച്ചു ലയിക്കും. അപ്പോൾ എന്താവും? വേറെ ശരീരങ്ങളിലേക്ക് മാറി അതുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുക. അത് വൃക്ഷമാവാം, മൃഗങ്ങളാവാം, മനുഷ്യ ശരീരമാവാം, അങ്ങനെ എന്തുമായിട്ടും മാറാം. ഏത് ശരീരത്തിലേക്കും മാറാം എന്നുള്ള ഇത് നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു. അറിവിൻ്റെ തലം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭാവി രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ പ്രയത്നത്തിന് വലിയ വിലയുണ്ട്. വെറുതെ കർമ്മങ്ങൾ മാത്രമല്ല, അറിവിൻ്റെ തലത്തിലുള്ള കർമ്മങ്ങൾ വേണം.
അറിവ് മാറുന്നതനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ മാറും, അതിൻ്റെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അജ്ഞാനിയായിട്ട് തുടരാനാണ് തീരുമാനമെങ്കിൽ സംസാര അനുഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതല്ല നമ്മൾ ഈ സംസാരത്തിൽ നിന്ന് മുക്തമാവാനാണ് തീരുമാനമെങ്കിൽ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്നറിഞ്ഞ് ഞാൻ ശരീരമായിട്ട് വിചാരിക്കുന്ന ഇതും ബ്രഹ്മം, ഇതിനകത്തിരിക്കുന്ന ജീവനും ബ്രഹ്മം, ജഗത്തും ബ്രഹ്മം എന്ന തലത്തിലേക്ക് ഉയരണം. അപ്പം മോക്ഷമായി. ഈ കാണുന്നല്ല ഒന്നുമില്ല. ഇപ്പം നമ്മൾ തൈത്തിരീയ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പം അതിൽ പറയും ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിലനിൽക്കുന്നതും നമ്മളുടെ അറിവായിട്ട് നിൽക്കുന്നതും അനന്തമായിരിക്കുന്നതും കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യം, അങ്ങനെ പറയാം. കാലം കൊണ്ട് വിഭജിക്കപ്പെടാത്തത്, വസ്തുവിനാൽ വിഭജിക്കപ്പെടാത്തത്, ദേശങ്ങളാൽ വിഭജിക്കപ്പെടാത്തത്, അങ്ങനെ വിഭജനങ്ങളൊന്നുമില്ലാതെ ഏകമായിരിക്കുന്ന ചൈതന്യം ബ്രഹ്മം. ഈ തലം ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കണം. ഓരോ ഉപനിഷത്തിലും ഓരോ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പം നമ്മളിപ്പം തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചു, ചെല്ലാൻ പഠിച്ചു. അപ്പം നമ്മൾ ചെല്ലുന്നുണ്ട് ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അത് നമ്മൾ ചൊല്ലി പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ 3 വാക്ക് സത്യം ജ്ഞാനം അനന്തം, അതാണ് ബ്രഹ്മം, അതാണ് ഞാൻ. അങ്ങനെ ഈ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞ ആൾ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നാ പറയാം. അദ്ദേഹം ബ്രഹ്മം തന്നെ, ആ വ്യക്തി ബ്രഹ്മം തന്നെയായി മാറുന്നു. ലക്ഷ്യം എന്താണ്? ബ്രഹ്മം. ഇത്രയൊക്കെ ഞാൻ പറയാൻ കാരണം മനനം എന്നൊരു പ്രക്രിയയ്ക്കുള്ള സ്ഥാനം അത്ര ഭയങ്കരമാണ്. നമ്മൾ അത് ഇല്ലാതെ ഒരു രക്ഷയില്ല. വേദാന്ത പഠനത്തിൽ 3 സ്റ്റെപ്പേ പറഞ്ഞിട്ടുള്ളൂ: ശ്രവണം, മനനം, നിധിധ്യാസനം. നന്നായിട്ട് കേൾക്കുക. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്തിനാ പറഞ്ഞാൽ, നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പകുതി കേൾക്കുമ്പം മനസ്സ് വേറെ എങ്ങോട്ടേലും പോകും. പിന്നെ പകുതി നമ്മൾ മനസ്സിൽ പലതും ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കില്ല. പിന്നെ നമ്മൾ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ കുറേ കൂടിയൊക്കെ ഓർമ്മ വരും. അപ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആദ്യത്തെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരമുണ്ട്. പിന്നെ കേട്ടത് എന്താണ്, ഞാൻ കേട്ടത്, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പം അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല തത്വങ്ങളും ഉയർന്നു വരും. അതാണ് മനന പ്രക്രിയ എന്ന് പറയുന്നത്. ഈ മനനം ചെയ്ത് നമുക്ക് ബോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഇപ്പം നമുക്ക് ഇപ്പം മനനം ചെയ്തു, നമ്മളിത് കേട്ടു, എല്ലാം ബ്രഹ്മം തന്നെ എന്ന് കേട്ടു. അപ്പം എല്ലാം ബ്രഹ്മമായിരിക്കുമ്പോൾ ഞാൻ ബ്രഹ്മമാണ്, അപ്പം മറ്റേ വ്യക്തിയും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഈ കാണുമ്പോഴുള്ള ദേഹത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആത്മാവിൻ്റെ തലത്തിൽ ഒന്നാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപാധി ഭേദമില്ലാതെ ആ വ്യക്തിയെ കാണാനുള്ള ശ്രമം പിന്നെ വേണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ അന്നേരം നമ്മൾ ജാതി മത ചിന്തകളൊക്കെ വിട്ടും. അതാണ് ജ്ഞാനികൾക്കെല്ലാം ഈശ്വരനായിട്ടേ കാണുള്ളൂ. അവിടെ വ്യത്യാസങ്ങളില്ല, ഉച്ചനീചത്വങ്ങളില്ല. അറിവില്ലായ്മയുടെ തലത്തിൽ, അജ്ഞാനത്തിൻ്റെ തലത്തിൽ ഉച്ചനീചത്വങ്ങളൊക്കെ കൽപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? അനുഭവങ്ങളെ ഞാനിപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? മുമ്പ് കണ്ടതുപോലെയാണോ? അതോ ഞാൻ ഇതിനൊരു കാഴ്ചക്കാരൻ മാത്രമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓർമ്മിച്ച് വരണം. അപ്പോഴത് നിധിധ്യാസനം പറയും. ജീവിതത്തിൽ അത് പകർത്തി പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ അതിൽ ഉറച്ചിരിക്കുള്ളൂ. പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ അത് വേണം. അപ്പോൾ ശരീരത്തിൽ ഇനി വീണ്ടും ശരീരമായിട്ട് താതാത്മ്യം പെടാതിരിക്കണമെങ്കിൽ, പുനർജന്മം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആത്മജ്ഞാനം നേടുക, സംസാരത്തിൽ നിന്ന് മുക്തമാവുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. നമ്മൾ ജനിച്ചതേ ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് മാറി ഇല്ലെങ്കിൽ ദേഹം വിട്ടു വേണ്ട സംസാരം തുടരും എന്ന് പറയുമ്പോൾ ഓരോ അനുഭവ മണ്ഡലങ്ങളും പുനർജന്മമായിട്ടാണ് പറയാനുള്ളത്. ഓരോ അനുഭവ മണ്ഡലത്തിൻ്റെ മാറ്റവും ഓരോ ജന്മമാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടി 2-ാം ക്ലാസ്സിലേക്ക് ജനിച്ചു ഇല്ല, 1-ാം ക്ലാസ്സിലെ കുട്ടി 2ലേക്ക് ജയിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചു, 2ലെ കുട്ടി ജനിച്ചു. ശരീരം അത് തന്നെയാണ്, നമ്മളെ കാഴ്ചയിൽ അത് തന്നെയാണ്. പക്ഷേ അനുഭവത്തിൽ വ്യത്യാസമുണ്ട്. 1-ാം ക്ലാസ് പഠിക്കുന്നതല്ല 2-ാം ക്ലാസ് പഠിക്കുക. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ്, താലികെട്ടിന് മുമ്പ് ബാച്ചിലറാണ്. താലി കെട്ടിക്കഴിഞ്ഞാൽ
വിവാഹിതരായി, അവർ ദമ്പതിമാരായി. അപ്പോൾ കല്യാണത്തിന് വന്ന അതേ ശരീരം തന്നെയാണ് അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ അമ്പലത്തിൽ നിൽക്കുന്നത്. പക്ഷേ താലികെട്ടോടുകൂടി ആരോ അനുഭവ മണ്ഡലം മാറി, ഭാര്യയും ഭർത്താവുമായിട്ട് മാറി. അപ്പോൾ ബാച്ചിലർ മരിച്ചു, ഭാര്യയും ഭർത്താവുമായിട്ട് ജനിച്ചു, അനുഭവ മണ്ഡലങ്ങൾ മാറി. ഇതേപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുഭവ മണ്ഡലങ്ങളുടെ മാറ്റം. അങ്ങനെ നോക്കുമ്പം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ജനിച്ചും മരിച്ചുമാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജനിമൃതികൾ എന്നൊരു പ്രോസസ്സ് കൂടെ നമ്മൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാഴ്ചക്കാർ വേണം. 1ാം ക്ലാസ്സിലെ കുട്ടി, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച എനിക്ക് ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. പക്ഷെ അന്നത്തെ ശരീരവും അന്നത്തെ ചുറ്റുപാടും അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തതും എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്ന ആ ആത്മാവ്, അതിനും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പം മാറ്റമില്ലാത്ത ഞാൻ, ഇതെല്ലാവരും അനുഭവമാണ്. എല്ലാ യുക്തിവാദിയും നിരീശ്വരവാദിക്കൊക്കെ ഈ മാറ്റമില്ലാത്തൊരു ഞാൻ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തത് കാരണം അവർ ദൈവമില്ല എന്ന് പറയും. അറിയുമ്പോൾ പറയും ഇതായിരുന്നു ദൈവം, എന്നാൽ പിന്നെ ദൈവം ഉണ്ട് കേട്ടോ. പിന്നെ ഈ എൻ്റെ ഉള്ളിലെ ഈ ദൈവം ആരാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ യുക്തിവാദികൾ പോയിട്ട് വേദാന്തിയാവും. ഒരു മതപരമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും. മതപരമായിട്ടുള്ള ഈശ്വര സങ്കല്പം രൂപങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ചാണ്. എല്ലാ അനുഭവവും മനസ്സിൻ്റെ സങ്കല്പമാണ് എന്ന് പറയുന്നു. ഈശ്വര രൂപങ്ങൾ നമ്മളെ അനുഭവമാണെങ്കിൽ അത് മനസ്സിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ ഇങ്ങനെ തത്വത്തിൽ പറയുമ്പോൾ പറയുന്ന ആളെ യുക്തിവാദി പറയും, അയാൾ നിരീശ്വരവാദി പറയും. പക്ഷെ അയാൾ നിരീശ്വരവാദിയല്ല ഒരിക്കലും. അയാൾ ആ രൂപത്തിന് തള്ളി പറഞ്ഞിട്ടില്ല. ആ രൂപത്തിലൂടെ പിടിച്ചു കയറി അതിൻ്റെ തത്വത്തിലേക്ക് എത്താൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ലക്ഷ്യം അങ്ങനെയാണ് വേണ്ടതും. അപ്പോൾ ഒരു രൂപത്തിൽ കുടുങ്ങല്ല വേണ്ടത്, ആ രൂപത്തിനെ സഹായിച്ച് അതിനെ ഉപാധിയെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതാക്കി മാറ്റണം. ഇതൊക്കെയാണ് ഈ മന്ത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 5ാമത്തത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ കാണുന്നത്? വളരെ എന്താ പറയുക, ചിന്തോദീപകമായ മന്ത്രം. നമ്മൾ ഈ മന്ത്രം കേട്ട് കഴിഞ്ഞാൽ ബ്രഹ്മലോകമുണ്ടോ, പിതൃലോകമുണ്ടോ, ഗന്ധർവലോകമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും.